ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ദുരന്തത്തിനിരയായ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കുമുള്ള ധനസഹായ വിതരണം കൽപ്പറ്റ കൈനാട്ടി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൈമാറി. ഉരുൾപൊട്ടലിനു ശേഷം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രുതിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 3 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും വ്യാപാരികളുടെ ആശ്രിതർക്കും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ ബന്ധുക്കൾക്കും ചികിത്സയിൽ കഴിയുന്നവർക്കുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധനസഹായം കൈമാറിയത്. മുണ്ടക്കൈയിലെ പലചരക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന യൂസഫ് ഖാൻ, ഐഷ അബൂബക്കർ. ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെയും വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര 3 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. എന്തായാലും ഇവിടെ ശ്രുതിയെ വന്ന് കണ്ടു. ശ്രുതിയുടെ ഈ സാഹചര്യം വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ പുറത്ത് ഈ ശ്രുതിക്കുണ്ടായ രണ്ടാമതുണ്ടായ ദുരന്തം വളരെ വേദന ഉളവാക്കുന്നവരാണ്. പ്രത്യേകമായി ശ്രുതിയെ കാണാനും സഹായിക്കാനും സംഘടന തീരുമാനിച്ചത്. സ്ത്രീയുടെ ഈ വിഷമത്തിനും ദുഃഖത്തിനും സംസാരത്തിൽ പങ്കുകൊള്ളുന്നു. അവർക്ക് വേണ്ടി എല്ലാ സഹായവും ഭാവിയിലും സംഘടന ചെയ്യുന്നു. ദുരന്തബാധിതരെ അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ തുടർന്ന് അങ്ങോട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒപ്പമുണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വ്യാപാരവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളടക്കമുള്ള നഷ്ടം സംഭവിച്ചവർക്കെല്ലാം ഇന്ന് വിതരണം ചെയ്തു കഴിഞ്ഞു. തീർച്ചയായും മരണപ്പെട്ടവർക്കൊക്കെ അപകടം സംഭവിച്ചവർക്കൊക്കെ വലിയ സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇവിടുത്തെ വ്യാപാരികളോടൊപ്പം ജനങ്ങളോടൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന ഉണ്ടാകും. ഉരുൾപൊട്ടലിൽ സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് 10 ലക്ഷം രൂപയും സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച ചരക്കുകൾ നഷ്ടമായവർക്ക് 7 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ എന്ന തോതിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധനസഹായം വിതരണം ചെയ്തത്. റിപ്പോർട്ടർ, വയനാട്.